അഡിക്സ് ബൈ നീതു. ഇന്നിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനൊരു ലഞ്ച് വീഡിയോ ചെയ്തിട്ട് ഇന്ന് ചെയ്യാനൊരു കാരണമുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിളമ്പണ വഴിക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. ഞാൻ ഇപ്പോഴും ഡയറ്റിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ചോറ് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറിൻ്റെ പാത്രം ഞാൻ അങ്ങോട്ട് നീക്കി വെക്കുവാണേ. അപ്പോൾ അതെ ചോറെടുത്തു. ഞാൻ പറഞ്ഞു ഡയറ്റിൻ്റെ കാഠിന്യം കുറച്ചു. ഞാൻ ഡയറി പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ മിൽക്കി മിസ്റ്റർ തൈരുണ്ട്. ഇന്നലെ മുതൽ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. 5.5 കിലോ വെയിറ്റ് കുറഞ്ഞേ. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ശരിക്കും മീനും മോരും കൂടെ കഴിക്കരുതെന്നാണ് പറയുക. നിങ്ങൾ ആരും കഴിക്കരുത്. ഞാൻ അറിയാതെ കഴിച്ചുപോയി, സോറി. പിന്നെ നമ്മുടെ രാവിലത്തെ ഗ്രീൻ പീസും പനീറും കൂടെ കറി ഉണ്ടാക്കിയതുണ്ട്. അത് ഞാൻ കുറച്ചെടുത്തു. പ്രോട്ടീൻ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫിഷ് ഫ്രൈ ആണ്. ഇത് ഫ്രൈ ചെയ്താട്ടോ. ശരിക്കും ക്യാമറാമാൻ എടുത്ത് കഴിച്ചു. ഞാൻ ഈ ഒരു പീസ് എടുക്കുന്നുള്ളൂ, കാരണം നല്ല ഫ്രൈ ആണത്. വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി എടുത്താണേ. പിന്നെ ഇത് പ്രഭാമ ഉണ്ടാക്കിയതാണ്. ഇതെന്താ അമ്മേ? പുളിങ്കറിയാണോ അമ്മേ? അമ്മ പോയോ? കപ്പഞ്ഞ പുളിങ്കറിയാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അത് ഞാൻ എടുത്തിട്ടുണ്ട്. മുളകുഷിയാണോ? ഓ, കുറേ ദിവസമായി മുളകുഷിയും വേണം ഞാൻ പറഞ്ഞിട്ട്. ഇതെന്താണെന്നറിയോ? ഇത് പിണ്ടിയും മുതിരയും കൂടെ തോരൻ വെച്ചതാണ്. ഭയങ്കര നല്ലതാണ്. അപ്പം ഇന്ന് ഇലക്കറിക്ക് പകരം പിണ്ടിയും മുതിരയും തോരനാട്ടോ. അപ്പോൾ അത് കുറച്ച് ക്വാണ്ടിറ്റി നല്ലപോലെ എടുക്കുക. നമ്മൾ ചോറ് എടുക്കുന്ന പോലെ നമുക്കിത് എടുക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ഇത് ഞാൻ ഈ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഒരു മീൻകറി കിട്ടില്ലേ, അതുപോലെ ശ്രമിച്ചതാണ്. ഞാൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി. പക്ഷേ ഇത് ഇരിക്കുന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ കറി എടുക്കുന്നില്ല കേട്ടോ. ഒരു പീസ് ഫിഷ് എടുക്കുന്നുള്ളൂ, കാരണം അതിൽ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ട്, നല്ല എരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അത്ര എടുക്കുന്നില്ല. അത് ഞാൻ സൈഡിലേക്ക് വെച്ചു. പിന്നെ ഇതെന്താണെന്നറിയോ? വയറ് ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്? ക്യുക്കുംബർ. നമുക്ക് നല്ല വാട്ടർ കണ്ടൻറ്റും ആവും. വയറ് അത്യാവശ്യം നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും. ഇതേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ക്യുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയണ്ടേ? ഇവിടെ ലൈറ്റ് ഇല്ലാത്ത കറണ്ട് പോയി, അതുകൊണ്ടാട്ടോ. ഇവനാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതെന്താണെന്നറിയോ? കേര ഫിഷാണ്. നമ്മൾ ബീഫൊക്കെ വെച്ച് ഇടിയിറച്ചിയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ഇടിയിറച്ചിയൊക്കെ ചെയ്യണ പോലെ കേര ഫിഷ് വെച്ച് ഇങ്ങനെ വളർത്തിയാണ്. കേരത്തോരനോ കേര എന്താ മോനെ ഇതെന്ന് പറയും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി പൊന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുറേ നാൾ മീൻകറിയും മീൻ വറുത്തൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഭയങ്കര അടിപൊളിയാണ്. റെസിപ്പി വേണ്ടവരെ കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൽ ഞാൻ അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എവിടെ വിളമ്പും? എന്നെ കുറേ ഫ്രണ്ട്സ് കളിയാക്കി. ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ വിളമ്പും, സ്ഥലമില്ലല്ലോ പറഞ്ഞ് ഞാൻ കളിക്കാത്തറ. അല്ല, ഡയറ്റ് ആണെങ്കിലും നിറയെ ഹെൽത്തി ഭക്ഷണം കഴിക്കാം. പട്ടിണി കടന്ന് ഡയറ്റ് ചെയ്യണത് ഹെൽത്തി അല്ല. അപ്പോൾ ഇത് ഞാൻ കുറേ എടുക്കുന്നുണ്ട്, കാരണം ഇതിലൊട്ടും ഓയിലില്ല, വളരെ കുറച്ച് ഓയിലുള്ളൂ. ഫിഷ് ഭയങ്കര നല്ലതുമാണ്. അപ്പോൾ നോക്കി ഇന്നെൻ്റെ പ്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ അച്ചാറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അച്ചാർ എടുക്കുന്നില്ല. എൻ്റെ പ്ലേറ്റ് അടിപൊളിയായിട്ടല്ലേ? നമുക്ക് പെട്ടെന്ന് കഴിച്ചാലോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നമ്മുടെ ഫിഷിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ മുട്ട എടുത്തിട്ടില്ല കേട്ടോ, ഇത്രയധികം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട്. ചെറിയ മീമിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഹൈ കറണ്ട് വന്നു. കാരണം മുള്ളുണ്ടാവും. ഈ കേരക്കധികം മുള്ളുണ്ടാവില്ല. ഇതൊന്നും കരിഞ്ഞാൽ കേട്ടോ. ഇത് ഞാൻ കുടമ്പുള്ളി ഇട്ടിട്ടാണ് വളർത്തിയത്. അപ്പോൾ ചെറിയ പുളിയൊക്കെ ഉണ്ടാവും ഇതിന്. നല്ല ടേസ്റ്റാണ്. ഇത് പാറുവിനും ഭയങ്കര ഇഷ്ടമായി. രതീഷും കഴിച്ചു, അമ്മയും കഴിച്ചു. കേരയൊക്കെ അടിപൊളിയായിരിക്കും. വലിയ ഇതുള്ള മീനൊക്കെ സൂപ്പറായിരിക്കും. ഇവിടെ നിന്ന് കഴിക്കുന്ന എനിക്ക് കൺഫ്യൂഷൻ. നമുക്ക് മുളകുശും തൈരും തയ്യും. കുറേ ദിവസമായിട്ട് ഞാൻ മുളകുശും കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പിന്നെ തൈര് കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് തൈര് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി. ശരിക്കും തൈരൊക്കെ ഡയറ്റിന് നല്ലതാണ്. ഞാൻ പെട്ടെന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാട്ടോ നോ ഡയറി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തൈരും പനീറും ഒക്കെ ശരിക്കും നല്ലതാണോ, ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സാധനങ്ങളാണേ. പെട്ടെന്ന് വെയിറ്റ് ലോസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ ഉപേക്ഷിച്ചത്. കിട്ടി, 5.5 കിലോ കുറഞ്ഞു. നാളെ സംസ്കൃത എക്സാം ആണ്. സ്റ്റഡി ലീവ് ആയിട്ടിരിക്കണം. ഇതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ നീ എൻ്റെ വായ ട്രൈ ചെയ്യും, എന്നിട്ട് പറ കഴിച്ചു നോക്ക്. അതല്ലേ പറഞ്ഞത്.
ഇത് അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.